മെയിനായിട്ടൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നതാണ് ഈ വണ്ടിയുടെ പുക എടുക്കാൻ നേരത്ത് കുഴപ്പമുണ്ടോ. 2005 വണ്ടിയാണ്. 2005 വണ്ടി ഞാനിപ്പോൾ ഒരു 2 തവണ പൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം മോട്ടോ ക്യാപ്ചേഴ്സ് ബജീദ് എന്ന് പറഞ്ഞ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിലവിലെ എൻ്റെ വണ്ടിയുടെ റീടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം ആകുന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ജൂണിലാണ് റീടെസ്റ്റ് എല്ലാം. ഇപ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. അത് നിങ്ങളുടെ വണ്ടി ഏതാണെന്നും നിങ്ങളുടെ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ എൻ്റെ വണ്ടിനെ പറ്റി ഡൗട്ടോ ഹോണ്ട സിറ്റിനെ പറ്റി നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ ചോദിക്കുക. ഞാനിപ്പോൾ വണ്ടി ഏകദേശം മേടിച്ചിട്ട് 2 വർഷത്തോളമായിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ സ്ഥിരം ഓടിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഏതൊക്കെ സംശയമാണെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ചോദിക്കേണ്ടതാണ്. നിലവിലെ എൻ്റെ വണ്ടിയുടെ റീടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം ആകുന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ജൂണിലാണ് റീടെസ്റ്റ് എല്ലാം കഴിഞ്ഞത്. റീടെസ്റ്റ് എന്ന് പറയുമ്പോൾ റീടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെ വണ്ടിയുടെ റീടെസ്റ്റിൻ്റെ കാര്യങ്ങളും റീടെസ്റ്റിന് എന്തൊക്കെ വർക്ക് ഉണ്ടായിരുന്നു, എന്തൊക്കെ പേപ്പർ വർക്ക്, എന്തൊക്കെ എമൗണ്ട് ആയിട്ടുണ്ട്, ഏതൊക്കെ ടാക്സ് പേ ചെയ്തു, എല്ലാ കാര്യങ്ങളും ചേർത്ത് ഞാൻ റീടെസ്റ്റിൻ്റെ ഒരു വീഡിയോ ഉടനെ ഇടുന്നതാണ്. എന്തായാലും വണ്ടി കിടക്കുന്നിടത്തോട്ട് പോകാം. വണ്ടി കിടക്കുന്ന എന്തായാലും മണ്ടലത്തെ റോഡിലാണ്. കാരണം ഈ വഴി വണ്ടി എന്തായാലും ഇറങ്ങത്തില്ല. എൻ്റെ വണ്ടി ചേടാ മുകളിലാണ്. എന്തായാലും ഈ വഴി നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, അടി ഇടിക്കും. കയറിപ്പോകാൻ നല്ല പാടായിരിക്കും, കാരണം ഫുള്ള് സ്ലിപ്പറി ആയിട്ട് കിടക്കുകയാണ്. മഴ പെയ്തിട്ട് കയറിപ്പോകാൻ നല്ല പാടാണ്. അപ്പോൾ വണ്ടി എന്തായാലും കറങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇറക്കിയില്ല. വണ്ടി ഏറ്റവും മേലത്തെ റോട്ടിൽ കിടക്കുകയാണ്. നോർമൽ എൻ്റെ വണ്ടിനെ പറ്റി എല്ലാം ചോദിച്ചായിരുന്നു, ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ വണ്ടി ഇൻറ്റീരിയർ വരുന്നത് 2005 വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ ഇൻറ്റീരിയർ തന്നെയാണ് എൻ്റെ വണ്ടിക്ക് വരുന്നത്. പിന്നെ മെയിനായിട്ട് നോക്കുവാണെങ്കിൽ ഈ സ്റ്റിയറിംഗ് കവറും കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് തയ്പ്പിച്ചതാണ്. പിന്നെ 2005 വണ്ടി എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടി എന്ന് പറയുമ്പോൾ തന്നെ 4 സീറ്റ് പവർ വിൻഡോയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ സീറ്റും കാര്യങ്ങളെല്ലാം ഒറിജിനൽ സീറ്റ് തന്നെയാണ്, ഒന്നും ചേഞ്ച് ആയിട്ടില്ല. ഒറിജിനൽ ഹോണ്ട സിറ്റിയുടെ സീറ്റ് തന്നെയാണ് എല്ലാം. പക്ഷേ അവിടെ ഇവിടെയും ചെറുതായിട്ട് കീറിയിട്ടുണ്ട്. അത് ഈ കാലപ്പഴക്കത്തിനെയാണ്, 20 വർഷമായ വണ്ടിയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കാലപ്പഴക്കത്തിൻ്റെ ഒരു സംഭവമാണ്. ഈ സീറ്റും കാര്യങ്ങളെല്ലാം കീറിയിരിക്കുന്നത്. ഇപ്പോൾ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ തന്നെ നടുക്ക് നമുക്കൊരു ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വലിയ കാര്യമാണ്. സെപ്പറേറ്റ് ആംബ്രസ്റ്റ് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ നല്ല എമൗണ്ടും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട്. അത്യാവശ്യം ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല ക്ലീനാണ്. അതുപോലെ ക്ലീൻ ആക്കിയിട്ടാണ് കൊണ്ടു നടക്കുന്നത്. മാറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിലവിൽ വണ്ടി മഴയായിട്ട് ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെയാണ്. പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ കാണിച്ചാൽ ഈ വണ്ടി ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇനി അത് ഒട്ടിക്കണം, അല്ലെങ്കിൽ വേറെ മേടിക്കേണ്ട വരും. ഇത് കൊള്ളാം, ഇവൻ കൊള്ളാം. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. വണ്ടി എങ്ങോട്ട് തിരിക്കുന്നു ആ ദിശയിലോട്ട് ഈ സാധനം കറങ്ങിക്കൊണ്ടിരിക്കും. നല്ല രസമാണ്. 350 രൂപ ആയിട്ടുള്ളൂ ഇത് മേടിച്ച്. ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. ഇനി ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഇപ്പോൾ ഈ വണ്ടി കിടക്കുക എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ കിടക്കുന്നത്. ഇത് പൊൻകുന്നം KVMS റോഡാണ്. ഇവിടെ ഒന്നാമത് ഇടയില്ല. ഞാൻ പിന്നെ ഏറ്റവും സൈഡിൽ ചേർത്ത് വെള്ളവരടി ഇപ്പറേ വണ്ടി പാർക്ക് ചെയ്ത് ഒരു തരത്തി ഇട്ടേക്കുവാണ്. ഇന്ത്യയുടെ ഭാഗത്തോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിലൊരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഓൾറെഡി വണ്ടി മേടിച്ചപ്പോൾ തന്നെ ഉള്ളതാണ്. 2005 വണ്ടിക്കൊക്കെ ഉള്ള മോഡലാണ്. ഇതൊരു ചെറിയ ആശ്രയം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കി സ്വിച്ചൊക്കെ AC-യുടെയും കാര്യങ്ങളും ഓഡിയോയുടെ കാര്യങ്ങളും ഒക്കെയാണ്. ഹീറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ വണ്ടിയുടെ അടിയിലൊരു ഇൻറ്റീരിയർ ലൈറ്റ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഏകദേശം ഒരു 1000 രൂപ അടുത്തായിട്ടുണ്ട്. 4 സീറ്റിലും അടിയിലും പല കളറിലുള്ള ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, എല്ലാ കളറും ഉണ്ട്. അത്യാവശ്യം ഫെയ്ഡും കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വണ്ടി മേടിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ചെയ്തൊരു കസ്റ്റമൈസേഷൻ ആണ്. കാരണം ഇൻറ്റീരിയർ ഇച്ചിരി സെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടി ചെയ്തതാണ് മെയിനായിട്ട്. പക്ഷേ ഇപ്പോൾ താഴെ നോക്കുവാണെങ്കിൽ ഫുള്ള് ചെളിയും കാര്യങ്ങളാണ്. കാരണം വണ്ടി വാഷ് ചെയ്തിട്ടില്ല, 1 വീക്കോളം ആയിട്ടുണ്ട്. മണ്ടലായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ചെറിയൊരു കണ്ണാടിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കമ്പനി. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയും കാര്യങ്ങളൊക്കെ. അതെന്തായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു അത്. പിന്നെ വണ്ടിയിലുമേ ഗ്ലാസ്സിലൊന്നും കൂളിംഗ് ഒട്ടിച്ചിട്ടില്ല. അതിൻ്റെതായ കുറവുകളുണ്ട്. എന്തായാലും കൂളിംഗ് പറഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ വരാൻ താമസിച്ചതിന് എല്ലാവരും ഒന്ന് സോറി കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസൊക്കെ ഉടനെ വരുന്നതായിരിക്കും. ഡേ ഇൻ മൈ ലൈഫ്. വണ്ടിയുടെ മീറ്ററും കാര്യങ്ങളൊക്കെ ഇതാണ്. ഏകദേശം അത്യാവശ്യം നോക്കുവാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ സിവിക്കിൻ്റെ മോഡലായിട്ടാണ് ഞാൻ ഇത് കാണുന്നത് തന്നെ. കാരണം ഈ ഓൾറെഡി നമ്മൾ സീറ്റിംഗ് പൊസിഷൻ ഇരിക്കുകയാണെങ്കിൽ സിവിക്ക് മോഡൽ തന്നെയാണ് നമുക്ക് ഇരിക്കുന്നത്. വണ്ടി ഓൾറെഡി സെഡാനായിട്ട് നമ്മൾ താന്നായിരിക്കുന്നത്. അത്യാവശ്യം അടിപൊളിയാണ് വണ്ടി ഓടിക്കാൻ. സത്യം പറഞ്ഞാൽ ഹോണ്ടയുടെ വണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാമെന്നാണ്. കാരണം ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് 2 വർഷമായി. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വണ്ടിമേലൊന്നും പണിതിട്ടില്ല. എക്സ്ട്രാ ഫിറ്റിങ്സിനും അല്ല ഈ ഓയിൽ ചേഞ്ച് അതിനൊക്കെ മാത്രമേ ഞാൻ പൈസ മുടക്കിയിട്ടുള്ളൂ. അല്ലാതെ ഈ വണ്ടിക്ക് ഞാൻ അധികം പൈസ ഒന്നും മുടക്കിയിട്ടില്ല. കാരണം അത്ര റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ് വണ്ടിയുടെ. ഭയങ്കര റിഫൈൻ എന്ന് വെച്ചാൽ ഭയങ്കര റിഫൈൻ. വണ്ടി ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതി സ്മൂത്തായിട്ട് ലോങ് ഒക്കെ ഓടുന്നതാണ് വണ്ടി. ഞാനിപ്പോൾ എടുത്ത കിലോമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ 1,20,000 ആകുന്നേ ഉള്ളായിരുന്നു ഞാൻ എടുത്തപ്പോൾ. ഇപ്പോൾ 1,32,000 ആയിട്ടുണ്ട്. ഇന്നാണ് 32,000 ആയത്. ഇന്ന് 32,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. എന്തായാലും സന്തോഷമാണ്. ഇനിയും കിലോമീറ്ററിൽ പോട്ടെ. വണ്ടി അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട്. ചെക്കിങ്ങും എല്ലാ പരിപാടിയും ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി ഓടുന്നത്. പക്ക സർവീസും ടിപ്പ് ടോപ്പ് സർവീസിങ്ങിലാണ് വണ്ടി ഓടുന്നത്. അപ്പോൾ എന്തൊക്കെ പണി വന്നാൽ ഞാൻ ആദ്യം വർഷപ്പിൽ കൊണ്ട് കയറ്റി നോക്കും. ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ വണ്ടി എടുക്കത്തുള്ളൂ. കാരണം പണിയാതെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ മെയിൻ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണി ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വണ്ടിക്ക് പണി കൂടത്തുള്ളൂ. ആദ്യത്തെ ചെറിയ എന്തെങ്കിലും ഒരു പണി വരുവാണെങ്കിൽ ആദ്യം തന്നെ നന്നാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങളപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് പണി വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി ഒന്ന് ചെക്ക് ചെയ്ത്
മാക്സിമം സെറ്റാക്കാൻ നോക്കേണ്ടതാണ്. നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ റൂമിലോട്ട് കാണാം. എഞ്ചിൻ റൂം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. 2005 വണ്ടി. ഈ ഷാർക്കിൻ്റെ ആൻറ്റീനൊക്കെ എക്സ്ട്രാ വെച്ചാണ്. ഗ്ലാസ്സൊക്കെ ഇപ്പോൾ മഴ പെയ്തിട്ട് ഫുള്ള് നനഞ്ഞ് കിടക്കുന്നുണ്ട്, നല്ല വൃത്തിയാണ്. എഞ്ചിൻ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വണ്ടിക്ക് ഓക്കെയാണ്. കാരണം ഓയിലിക്കും കാര്യങ്ങളൊന്നും മെയിനായിട്ട് കാണാനൊന്നും ഇല്ല വണ്ടിയുടെ. പിന്നെ വണ്ടിയുടെ ഓയിലും കാര്യങ്ങളൊക്കെ ഞാൻ പ്രോപ്പർ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ വണ്ടി നിലവിൽ ഓടി വന്ന് നടക്കുന്നതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്യാത്തത്. കാരണം ചൂടായിട്ട് ഒരിക്കലും വണ്ടിയുടെ ഓയിലും കാര്യങ്ങളൊന്നും കൂളൻ്റെ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യില്ല, സംഭവം പൊട്ടിത്തെറിക്കുക. അത്യാവശ്യം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എഞ്ചിൻ റൂമും കാര്യങ്ങളെല്ലാം ഒന്ന് വാഷ് ചെയ്യിപ്പിക്കണമെന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഉടനെ ഒന്നും ഇല്ല. വണ്ടി അടുത്ത സർവീസിന് കയറുമ്പോൾ എന്തായാലും എഞ്ചിൻ റൂമും കാര്യങ്ങളെല്ലാം പൊടി അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം വണ്ടി ഓട്ടം കുറവായതുകൊണ്ട് കയറ്റി ഇടുന്നതുകൊണ്ടാണ് ഈ മെയിനായിട്ട് ഇത്രയും പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ചത്. അല്ലാതെ എഞ്ചിൻ റൂം വണ്ടി എടുത്ത സമയത്ത് അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ ഇരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ബാറ്ററി ഞാൻ മേടിച്ചാണ്. പവർ സോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ പുതിയ ബാറ്ററി മേടിച്ചാണ്. ഒരു വർഷം ആകുന്നുള്ളൂ ബാറ്ററി മേടിച്ചിട്ട്. ഈ ബാറ്ററി വലിയ വിഷയമൊന്നുമില്ല, അടിപൊളി ബാറ്ററിയാണ്. കാരണം പഴയ ഇരുന്ന ബാറ്ററി അമറോണിൻ്റെ ബാറ്ററി ആയിരുന്നു, അതും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ വണ്ടി എടുത്ത സമയത്ത് ആ ബാറ്ററി തീരാറായ ബാറ്ററി ആയിരുന്നു. ഞാൻ പിന്നെ ആ ബാറ്ററി ചേഞ്ച് ചെയ്യുക ചെയ്ത്. എന്തായാലും നിങ്ങളിപ്പോൾ കുറേ നാൾ ലോങ് ആയിട്ട് വണ്ടി നിർത്തിയിടുന്ന ഒരാളാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ഓയിൽ ചെക്കും കൂളൻ്റെയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം മെയിനായിട്ട്. വണ്ടി എടുക്കുന്നതിന് മുന്നേ സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും വണ്ടി നോക്കല്ല്. സ്റ്റാർട്ടിങ്ങും ഓടി വന്ന വണ്ടി ഒരിക്കലും നോക്കല്ല്. മാക്സിമം പറ്റുവാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന് മുന്നേ ഓയിൽ ചെക്കും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതാണ്. ഇപ്പം ഞാൻ വണ്ടി ചൂടായിട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഓയിൽ ചെക്ക് ചെയ്യാത്തത്. റോഡിൻ്റെ നടുക്കിട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ ചെറിയതായിട്ട് അവിടെ ഇവിടെയൊക്കെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ വണ്ടി ഓടാൻ തന്നെയാണ് ഈ വിഷയം. ഈ ഓടി തുടങ്ങി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വണ്ടി എല്ലാം ക്ലീനായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതെന്താണെന്ന് പലവർക്കും അറിയത്തില്ല. അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാം പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിനെന്താ സംഭവം എന്ന് അറിയാവുന്നവർ. ഇതെന്ന് പറഞ്ഞാൽ എസിയുടെ കാര്യങ്ങളും മോട്ടറും കാര്യങ്ങളൊക്കെയാണ് അടി വരുന്നത്. ഇതൊക്കെ എഞ്ചിൻ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ റോഡിൻ്റെ സൈഡിൽ ഇട്ടിട്ട് തന്നെയാണ്. ഇത് നമ്മുടെ മെയിൻ റോഡ് തന്നെയാണ്, KMS റോഡാണ്, പൊൻകുന്നം പോകുന്ന റോഡ് തന്നെയാണ്. വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഏകദേശം ഇങ്ങനെ വരും. സത്യം പറഞ്ഞാൽ ഈ ഹോണ്ട സിറ്റി വേരിയൻ്റ് അത്രയും പേർക്കും അറിയും. വലിയ ആൾക്കാർക്കൊന്നും അറിയത്തില്ല ഈ ഹോണ്ട സിറ്റി വേരിയൻ്റ് GXA വേരിയൻ്റ് ഉണ്ടെന്ന്. ഹോണ്ട സിറ്റി എല്ലാവരും നോക്കുവാണെങ്കിൽ Type 2 വേരിയൻ്റ് ആണ് കൂടുതലും കാണാറ്. കാരണം Type 2 വേരിയൻ്റ് ആണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. ഈ വേരിയൻ്റ് അങ്ങനെ ആരും കണ്ടിട്ടില്ല. സംഭവം ഈ വേരിയൻ്റ് കുറവാണ്. പക്ഷെ പക്ക വണ്ടി എന്ന് പറഞ്ഞാൽ ഫാമിലി കാറാണ്. ഞാനാണ് തുരുമ്പുണ്ടോ, അണ്ടർബോഡി തുരുമ്പുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ വണ്ടി. എന്തായാലും മെയിനായിട്ട് നിങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളെ കൊണ്ടുപോകണം ഏറ്റവും ബെറ്റർ. വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളെ കൊണ്ടുപോയിട്ട് ഈ വണ്ടി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടി. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് പോയിട്ട് ഈ വണ്ടി എടുക്കില്ല. പുതിയ ടയറും കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ വണ്ടി അലോയ് കണ്ട് അത്യാവശ്യം നീറ്റ് അലോയാണ് കിടക്കുന്ന വണ്ടിയിൽ. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചായിരുന്നു ഈ സ്പോയിലർ ആഡ് ചെയ്ത് എത്ര രൂപയായി കാര്യങ്ങളൊക്കെ. സ്പോയിലർ ആഡ് ചെയ്ത് സത്യം പറയുകയാണെങ്കിൽ ഒരു 6,500 രൂപ ആയിട്ടുണ്ട്. 6,500 രൂപ ആയിട്ടുണ്ട് സ്പോയിലർ ആഡ് ചെയ്തതിന്. ഫുള്ള് വിത്ത് കളർ അടിക്കാനാണ് 6,500 ആയിട്ടുള്ളത്. സ്പോയിലർ ഞാൻ ചെയ്തൊരു അടുത്തുള്ള ഷോപ്പിൽ തന്നെയാണ്, കസ്റ്റം ചെയ്യിപ്പിച്ചാണ്. മെയിനായിട്ടൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നതാണ് ഈ വണ്ടിയുടെ പുക എടുക്കാൻ നേരത്ത് കുഴപ്പമുണ്ട്. 2005 വണ്ടിയാണ്. 2005 വണ്ടി ഞാനിപ്പോൾ ഒരു 2 തവണ പൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. വണ്ടിയുടെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. നമുക്കൊരു 2 ലഗേജൊക്കെ സുഖമായിട്ട് കയറി പോകും. ഫുള്ള് സർവീസും കാര്യങ്ങളും. അത് കഴിഞ്ഞാൽ വണ്ടിയുമേ ഒന്നും ചെയ്തിട്ടില്ല. ഈ ആകെ എക്സ്ട്രാ ആഡ് ചെയ്ത് ഈ സ്പോയിലർ മാത്രം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നോക്കുവാണെങ്കിൽ മൂഗൻ എന്നുള്ള ഈ സ്റ്റിക്കർ ഇത് കസ്റ്റം ചെയ്യിപ്പിച്ചാണ്. കാരണം ഹോണ്ട എന്നുള്ള എംബ്ലം ഞാൻ പൊളിച്ച് കളഞ്ഞിട്ടാണ് ഈ മൂഗൻ്റെ സ്റ്റിക്കർ ഞാൻ കയറ്റിച്ചത്. പിന്നെ നോക്കുവാണെങ്കിൽ വണ്ടി അത്യാവശ്യം നീറ്റ് കണ്ടീഷനിലാണ് ഇപ്പം നിലയിൽ കിടക്കുന്നത്. നമ്മൾ വെളിയിൽ നിന്ന് വീഡിയോ എടുക്കുന്നതാണ്. എന്തായാലും മൈക്കിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. മൈക്ക് ഇതുവരെ മേടിച്ചിട്ടില്ല, അതുകൊണ്ട് എന്തായാലും പതർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അലോയിലോട്ട് വരുവാണെങ്കിൽ തന്നെ അത്യാവശ്യം ടയർ നല്ല കണ്ടീഷൻ തന്നെയാണ് കിടക്കുന്നത്. അലോയ് എന്ന് പറയുമ്പോൾ പറയുകയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, പുതിയതായിട്ട് വീഡിയോ ഇട്ട് വരുന്ന ഞങ്ങളെപ്പോലെ ചെറിയ ആൾക്കാരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മളൊക്കെ നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നതും ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും കണ്ടൻറ്റൊക്കെ കണ്ടുപിടിക്കുന്നതും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണ്ടതാണ്. ജസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടീനെ പറ്റി അറിയുന്ന ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നു, വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് വീഡിയോ ഞാൻ വരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക.